വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് ഉജ്ജ്വല വരവേൽപ്പ് നൽകി കോൺഗ്രസ്. മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും പ്രവർത്തകർ സ്വീകരണമൊരുക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് മർദ്ദനത്തെ പ്രിയങ്ക ഗാന്ധി അപലപിച്ചു. സമരം നടത്തിയത് ദുരന്തബാധിതർക്കായിട്ടാണ് എന്ന് പ്രിയങ്ക റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. I'll talk to you later when everybody is together, but the strike was for rehabilitation of the people who have been affected by the landslide, and it's a very crucial and important matter, and they should not have been treated like that. Are you visiting Youth Congress members in the home? I'm not giving interview right now. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ 3 പൊതുയോഗമാണ്, 3 സ്വീകരണ യോഗമാണ്. മാനന്തവാടിയിൽ ഇത് അവസാനിച്ചോ? അടുത്തത് എവിടെയാണ്? സ്മൃതി, ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ സ്വീകരണ സ്ഥലത്താണ് പ്രിയങ്ക ഗാന്ധി എത്തിയത്. പ്രവർത്തകരുമായി സംസാരിച്ചു. വയനാട്ടിൽ നിന്ന് ഉജ്ജ്വല വിജയം നേടി ലോക്സഭയിലേക്ക് എത്തിയ പ്രിയങ്ക ഗാന്ധി ഈ വയനാട്ടുകാരോട് നന്ദി പറഞ്ഞു. മാത്രമല്ല, വയനാടിൻ്റെ വിനോദസഞ്ചാര മേഖലയിലും കാർഷിക വൃത്തിയിലുമെല്ലാം തന്നെ എന്നിവയ്ക്ക് മുൻഗണന നൽകും. മറ്റൊരു പ്രധാന കാര്യം, ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടും പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വലിയൊരു പരാമർശമുണ്ടായി. ദുരന്തമുണ്ടായ സമയത്ത് ജനങ്ങൾ ഒരുമിച്ച് നിന്നതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരും ഒരുമിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ദുരന്തബാധിതർക്കായി ഒന്നും ചെയ്യുന്നില്ല, പുനരധിവാസം വേഗത്തിലാക്കണം. അത്തരത്തിലുള്ള പരാമർശങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി. രാവിലെ മാനന്തവാടിയായിരുന്നു ആദ്യ സ്വീകരണം നടന്നത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ സ്വീകരണം കഴിഞ്ഞ പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് മടങ്ങി. ഇനി അടുത്ത പരിപാടി നടക്കുന്നത് കൽപ്പറ്റയിലാണ്. അതിനു മുൻപ് പ്രിയങ്ക ഗാന്ധി ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി ലാത്തിച്ചാർജ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുന്നു എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിച്ചു. ഏതായാലും ഇതിന് ശേഷം അടുത്ത പരിപാടി കൽപ്പറ്റയിലാണ്. കൽപ്പറ്റയിലെ പരിപാടിക്ക് മുൻപായി പ്രിയങ്ക ഗാന്ധി ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സന്ദർശിക്കുന്നുണ്ട്. അല്പം മുൻപാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി കഴിഞ്ഞത്. സുൽത്താൻ ബത്തേരി ഈ നഗരത്തിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി കാണാൻ നിരവധി പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. പ്രധാനമായും ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കണം, ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശമൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ സുൽത്താൻ ബത്തേരിയിലെ നഗരത്തിലുള്ള പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് പ്രിയങ്ക ഗാന്ധി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അടുത്തത് കൽപ്പറ്റയിലാണ്. വൈകിട്ടോടുകൂടിയായിരിക്കും കൽപ്പറ്റയിലെ പരിപാടി. നേരത്തെ തീരുമാനിച്ചതിന് പ്രകാരം പരിപാടിയിൽ ചില വൈകലുകളുണ്ട്, അതായത് 2 മണിക്കൂറിന് താമസമുണ്ട്. അതനുസരിച്ച് കൽപ്പറ്റയിൽ പരിപാടി നടക്കുന്നതിന് മുൻപായിരിക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുക. സ്മൃതി. ശരി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.